കേരളാസ് മോസ്റ്റ് വയലന്റ് ഫിലിം അല്ല, ഇന്ത്യസ് മോസ്റ്റ് വയലന്റ് ഫിലിം. യെസ്, മാർക്കോനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ റിവ്യൂ ഓഫ് മാർക്കോ, ഇറ്റ്സ് ദ റോസ്റ്റ് ഓഫ് മാർക്കോ. മാർക്കോനെ പറ്റി പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഥയാണ്. നമ്മുടെ KGF സിനിമ കണ്ടിട്ട് കിളി പോയ അതേപോലെ ഒരു പടം ചെയ്യാൻ നോക്കിയിട്ട് വേറെ ഒരു ടെറിഫയർ ഒരു പടത്തിന്റെയും KGF ഒരു പടത്തിന്റെയും മിക്സ് ആയി മാറി മാർക്കോ. യെസ്, ആണായി പിറന്നോനെ ദൈവം പാതിശാത്താനെ. ടു ദ പോയിന്റ്, മാർക്കോ ഇസ് എ ഗുഡ് മൂവി. ബട്ട് ദ തിങ് ഈസ്, ആരെങ്കിലും സ്വന്തം കാമുകിയും വീടും ഒക്കെ നശിച്ചിരിക്കുന്ന സമയത്ത് സ്പ്രേ ഒടിച്ച് കുട്ടപ്പനായി ഡ്രസ്സും ചെയ്ത് നല്ല വൃത്തിയിൽ മുടിയും വെട്ടി വൃത്തി ഒന്ന് അസിലൊക്കെ ഫ്ലക്സ് ചെയ്ത് നിൽക്കൂ. അങ്ങനെ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ മാർക്കോന് പറ്റുമെങ്കിൽ. യെസ്, അനുജനെ കൊന്നതില് വിഷമമുണ്ട് എന്ന് പറഞ്ഞു നടന്നത്. അനുജനെ കൊന്നവരുടെ ഒപ്പം തന്നെ ആ സ്നേക്സ് ആണെന്ന് അറിഞ്ഞിട്ടാണ് അറിയാതെയാണോ എന്ന് പോലും അറിയാം അങ്ങേര് ഒപ്പം നടക്കുന്നത്, ഒപ്പരുന്ന് സിഗരറ്റ് വലിക്കുന്നു. ഈ സിനിമയില് ഒരു സീനുണ്ട്, ലൈക്ക് കണ്ണ് കാണാത്ത ഇവന്റെ അരിയെ കാർ ഓടിക്കാൻ കൊടുക്കണം. ഗൈസ്, പാസത്തിനാണെങ്കിൽ കണ്ണ് കാണാത്തവരെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് അത് കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ സീനാവില്ല. ഇപ്പൊ ഇവര് കൊല്ലേണ്ടി വരേണ്ട ആവശ്യം വരില്ല, യഥാർത്ഥത്തിൽ മരിച്ചു. Me and homie entering the college, knowing that college start from 9 a.m. and we entering in 9 point. Stop smoking so much. എന്തായാലും ആ ചെക്കനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ തോന്നി ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. കാരണം എല്ലാവരും, അതായത് വലിയ മൂവി എക്സ്പ്ലനേറ്റേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, മാർക്കോ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് എങ്ങനെ സുഖമായിട്ട് മിഗായിലാണ് ക്യാരക്ടറിന് സുഖമായിട്ട് ഒരു ഹാർട്ട് റീലിൽ കുറച്ച് വരച്ചിട്ട് കുറച്ച് ഭാഗത്തൊക്കെ വരച്ചിട്ട് മാർക്കോനെ തോപ്പിക്കാൻ പറ്റി എന്ന് ചോദിച്ചു. സ്റ്റോറി ആണെങ്കിൽ ഏകദേശം 10 കൊല്ലം 15 കൊല്ലം മുന്നേ ഉള്ള മാർക്കോന്റെ 13 അല്ലെങ്കിൽ മുന്നുള്ള മാർക്കോന്റെയാണ് ഈ പ്രൈം മാർക്കോനെ കുറിച്ച് കാണിക്കുന്നത്. മാർക്കോ എന്ന് പറഞ്ഞ ഇതിൽ ഇങ്ങനെ ഒരു ഡയലോഗ് വെച്ചത്, ഇങ്ങനെ പുക വലിച്ച് നടക്കുന്നത് ബാഡ് ഫോർ യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞ ചെക്കൻ പറഞ്ഞതാണ് ഇമ്പാക്ട് ചെയ്തത്. അദ്ദേഹത്തിന് പ്രായമായപ്പോ മസിൽ ലോസ് വന്നത് ഈ രീതിയിൽ ഒരു ഇത്തിരി വന്നപ്പോഴേക്കും ഈ ചെറിയൊരു ആളായിട്ട് ഫൈറ്റ് ചെയ്തപ്പോഴേക്കും ആള് മരണത്തിന് കൊടുക്കേണ്ടി വന്നതിന്റെയും കാരണം ഇതാണ്. ഈ അപ്പൊ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നാണ് ഈ പടം പറഞ്ഞു വെക്കുന്ന ഒരു വലിയ പടം കേസ്. ഓക്കെ, സാധാരണ നമ്മൾ കണ്ണ് കാണാത്ത ക്യാരക്ടേഴ്സിനൊക്കെ ഒരു പടത്തിൽ കാണണമെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഉണ്ണികൃഷ്ണന്റെ മറ്റേ ഇതിലൊക്കെ പോലെ നമ്മുടെ വടിയും കുത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന ക്യാരക്ടേഴ്സ് ആയി. ബട്ട് ഒരു വലിയ ഇതേപോലത്തെ ഫൈറ്റിലൊക്കെ ഉള്ള പ്രോഗ്രാംസ്, ഫ്രണ്ട്സിനെ ഇട്ടിങ്ങനെ ഔട്ടിങ്ങനെ പോകും, പെണ്ണിന്റെ കറങ്ങിയെടുക്കുന്നത്, കണ്ണ് കാണാത്ത പക്ഷെ എല്ലായിടത്തും ഉള്ളിയുണ്ടോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ കണ്ട്. ശരിക്കും ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ.